ഒരു ആർഗ്യുമെന്റ് നടക്കുമ്പോൾ എതിരെ നിൽക്കുന്ന ആളുടെ വീട്ടുകാരെ പറയുന്നത് ശുദ്ധമായ തന്തയില്ലായ്മ. പക്ഷേ പച്ച വീട്ടിൽ അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറയില്ല. തന്തയില്ലാത്തവന്മാര് എന്നെ തന്തയില്ലാത്തവനായിട്ട് പറയുകയോ ചിത്രീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തന്തയൊന്നും ഇല്ലാണ്ടാവത്തില്ല. എൻ്റെ തന്ത ആരാണെന്നും അയാൾ എന്താണെന്നും ഞാൻ എത്രത്തോളം തന്തയുള്ള പരിപാടികളാണ് ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയാം. അതിന് ഈ തന്തയില്ലാത്തവന്മാരുടെ സർട്ടിഫിക്കേഷൻ ഒന്നും എനിക്ക് ആവശ്യമില്ല. സോളോ വയനർ പച്ച വീട്ടിലെ കുറച്ച് വീഡിയോസിന് കുറച്ച് കോണ്ടന്റ്സിനെ റിയാക്ട് ചെയ്തു. പക്ഷെ ഇവൻ അതിന് പകരം സോളോ വയനറിന്റെ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നത് ശുദ്ധമായ വളർത്തുദോഷമാണ്. നീ ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ അവന്റെ വീട്ടുകാരെ ഏതോ രീതിയിൽ അപകീർത്തിപ്പെടുത്തി ഉപദ്രവപ്പെടുത്തി PNS സെക്ഷൻസ് ലംഘിച്ചുകൊണ്ട് ഞാൻ ഉപദ്രവിച്ചു എന്നൊക്കെ. ഞാൻ ഏത് രീതിയിലാണ് ഉപദ്രവിച്ചതെന്ന് നീ ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ അവൻ കാണിച്ച ഒരു ആക്ഷനെ ഞാൻ ചോദിച്ചു, എടാ നിന്റെ വീട്ടുകാർ പഠിപ്പിച്ചു തന്ന സാധനമാണോ, കൊച്ചിലോട്ട് നിന്റെ വീട്ടുകാർ ട്രെയിൻ ചെയ്ത് വരുന്ന സാധനമാണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പോയി തീർക്ക് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് ഇത്ര വലിയ പ്രശ്നമുള്ള എന്താണ്? ഇപ്പം ഉപദ്രവം അനുഭവിക്കുന്നവന് തിരിച്ച് വോയിസ് ഇടാൻ പറ്റൂലേ, തിരിച്ച് ശബ്ദം ഉയർത്താൻ പറ്റൂലേ? എന്തിനിടെ നിനക്കൊക്കെ മാത്രമേ ഒച്ച ഉണ്ടാക്കി കണ്ടവൻ്റെ കണ്ടന്റ് എടുത്ത് ഊമ്പാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് അനുഭവിക്കുന്നവർക്ക് തിരിച്ച് പ്രതികരിക്കാൻ പറ്റുമെന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കുക.